ഇന്തോനേഷ്യയിൽ പ്രസിദ്ധമായിട്ടുള്ള അവരുടെ ഒതന്റിക് അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് വിഭാഗമാണ് ബത്തീക്ക് എന്നുള്ളത്. നിങ്ങൾക്ക് ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു ഡ്രസ്സിന്റെ ഇനമാണ് ബത്തീക്ക് എന്ന് പറയുന്നത്. ആ ബത്തീക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ നിർമ്മാണ രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പോവാണ്. ഇത് ഈ കാണുന്ന മെഷീന് വെച്ചിട്ട് ഈ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാ വെച്ചാല് നമ്മൾ വരയ്ക്കാണ്. അവരൊരു പേജ് തന്നിട്ടുണ്ട്, ഇതിൽ നമുക്കൊരു പെൻസിൽ തന്നിട്ടുണ്ട്. ഇതിമൊക്കെ നമുക്ക് അടക്കണില്ല. അതിന് മുമ്പ് പേപ്പർ തന്നിട്ടുണ്ട്. പേപ്പറല്ല, സോറി, ശീലയാണ്. അപ്പോൾ നമ്മളിന്ന് വരയ്ക്കാൻ പോവാണ്. ഏതായാലും നോക്കട്ടെ. ഇതെങ്ങനെ മുക്കിയെടുത്തിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ പതിപ്പിച്ചു കൊടുക്കുക. അതാണ് പരിപാടി. ഒരു സ്പെഷ്യൽ പേന പോലത്തെ, പണ്ടത്തെ നമ്മളെ മഷിപ്പേന ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സിസ്റ്റമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ. നമുക്ക് നടക്കണില്ല. ഏതായാലും ഇവരൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നടക്കൂല. ചെറിയ പരിപാടി. ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത് ഉണ്ടാക്കിയതുമാണ് ഈ കാണിച്ചത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ ഉണ്ടാക്കാൻ നോക്കിയത് ഇതാ ഈ സാധനമാണ്. ഉണ്ടായതുമാണ് ഈ കാണിച്ചത്. ഇത് ഉണ്ടായത് ഇതാണ്. അപ്പൊ ആകെ പണിയായിട്ടുണ്ട്. പക്ഷെ ഇവിടെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരിതൊക്കെ ഒന്ന് കണ്ടോക്കാം. ഏതായാലും ഇതാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റൈൽ. അപ്പൊ ഇങ്ങനെയാണ് ബത്തീക്ക് ഉണ്ടാക്കുക. ബത്തീക്കിന്റെ നിർമ്മാണം എങ്ങനെയാണ്, എന്താ പറയാ, കൂടുതൽ വിശദീകരിക്കൊക്കെ അറിയില്ല. അവർ പറഞ്ഞാണ് തിരിയണില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഗതികൾ.